എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ വീണ്ടും യേശുവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കരുത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഭൂമി വിട്ടു പോകാനൊരു സമയം വെച്ചിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് മരണം. എന്നാൽ അതിനു മുമ്പ് മരിച്ചതുപോലെ ജീവിക്കരുത്. ഒന്നും ചെയ്യാതെ, ഒരു പ്രവൃത്തിയും ഇല്ലാതെ ഒരു മരിച്ച മനുഷ്യനെ പോലെ ജീവിക്കരുത്. അതും 60 വയസ്സിലൊക്കെ പെൻഷനായവരും എല്ലാവരും അറിയണം, നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രവർത്തികളെ നിർത്തരുത്. നാം തിരക്കുള്ളവരായിരിക്കണം. ഇന്ന് ലോകത്തിലുള്ള വലിയ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എല്ലാം 60 വയസ്സിന് മുകളിൽ, 70 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ളവരാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പലരും അവർ തിരക്കുള്ളവരാണ്. അവരിപ്പോഴാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ശരിയായ നിലയിൽ. ഈ സമയത്താണ് അവർ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയത്. ഏറ്റവും ഉന്നതങ്ങളിലെത്താൻ പറ്റിയ പ്രായമാണ് 70, 80, 90. അതുകൊണ്ട് നാം മരിക്കുന്നതിന് മുമ്പ് മരിക്കരുത്. 60 വയസ്സിൽ പെൻഷനാകും. എന്തുകൊണ്ടാണ് പെൻഷനാകുന്നത്? അടുത്ത ആൾക്കാരെ അവർക്ക് എടുക്കണം. നമ്മൾ തന്നെ അവിടെ നിന്നാലോ? നമുക്ക് 70, 80, 90 വയസ്സ് വരെ വേണമെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാം. നമ്മുടെ ജ്ഞാനം കൂടുകയുള്ളൂ. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ഇതും ചെറിയ തോതിൽ അവർ കണക്കിലെടുക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, ഞാനൊരിക്കൽ സിംഗപ്പൂരിൽ നിൽക്കുമ്പോൾ ഒരു 80 വയസ്സിലധികം പ്രായമുള്ള ഒരു അമ്മച്ചി ഒരു വലിയ ബസ് ഓടിച്ചു കൊണ്ടുപോകുന്നു. എത്രയോ പ്രായമുള്ളവരെ ശ്രദ്ധിച്ചു. വളരെ പ്രായമുള്ളവർ, 80-നടുത്ത് വയസ്സുള്ളവർ ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളും ഞാൻ കണ്ടു. ന്യൂയോർക്കിൽ കണ്ടു, ലണ്ടൻ പട്ടണത്തിൽ കണ്ടു. കാരണം അതവരുടെ മനോഭാവമാണ്. നമ്മുടെ മനോഭാവമാണ് നമ്മെ നശിപ്പിക്കുന്നത്, നന്നാക്കുന്നത്. നമ്മൾ തീരുമാനിക്കണം, ഇല്ല, ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കില്ല. മരിക്കുക എന്ന് പറഞ്ഞാൽ നിർജീവമായി ഇരിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വർക്കൗട്ടിനെ കുറിച്ച് പറയുകയാണ്. അതായത് പേശികൾക്ക് പ്രായമില്ല. ഏത് പ്രായത്തിലും മസിലുകൾ ഉണ്ടാക്കാൻ കഴിയും. അത് 60, 70, 80 വയസ്സായാലും വേണമെങ്കിൽ ആ പ്രായക്കാർക്ക് മസിലുകളെ ബിൽഡ് ചെയ്യാൻ കഴിയും. മസിലുകൾ, പേശികൾ ഇവ ബലക്ഷയമാകുമ്പോഴാണ് വാർദ്ധക്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറയണം, വാർദ്ധക്യം ഉണ്ടാകാൻ അനുവദിക്കാത്തവരാരാണ്? മസിലുകളെ ബിൽഡ് ചെയ്യുന്നവരാണ്, വ്യായാമം ചെയ്യുന്നവരാണ്, ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നവരാണ്. വാസ്തവമായിട്ടും ഇതൊരു സത്യമായി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ ഒത്തിരി പേരുടെ ആരോഗ്യസ്ഥിതികളെ മെച്ചമാക്കാൻ കഴിയും. 70കളിൽ 80കളിൽ ഒന്നും നിങ്ങൾ തോറ്റു കൊടുക്കരുത്. എത്ര ദിവസമുണ്ട്, അത്രയും ദിവസം നല്ല ഊർജ്ജസ്വലതയുള്ളവരായിട്ട് ജീവിക്കാൻ. ഒരു ദിവസം പോലും ഇരുന്നു പോകാതെ, കിടന്നു പോകാതെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കാൻ യേശു കർത്താവിൻ്റെ ബലവും കൃപയും നിങ്ങൾക്കുണ്ടാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ആരും മരിക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. 9-ാം അധ്യായത്തിലെ 7-ാം വാക്യം. ശൗലിൻ്റെ ചരിത്രമാണ്. യേശു ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനെ സന്ദർശിച്ചു. അവൻ നിലത്തു വീണു. അവൻ ദൈവസഭയെ ഉപദ്രവിക്കാൻ വന്നു. എന്നാൽ യേശു പറഞ്ഞു, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്, നീ പട്ടണത്തിലേക്ക് ചെല്ലുക, ബാക്കി അവിടെ വെച്ച് പറഞ്ഞോളാം. നീ ഏത് പട്ടണത്തെ നശിപ്പിക്കാൻ വന്നു, ആ പട്ടണത്തിൽ വെച്ച് ബാക്കി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതായത് ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്താൽ അവൻ്റെ നിയന്ത്രണം പിന്നെ കർത്താവിൻ്റെ കൈകളിലാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ, അന്നു മുതൽ യേശുവിനെ കർത്താവും
രക്ഷകനുമായി സ്വീകരിച്ചെങ്കിൽ അവൻ കർത്തൃത്വം നടത്താൻ മതിയായവനാണ്. വിശ്വസിക്കുക. 7-ാമത്തെ വാക്യം, അവൻ്റെ കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ഈ ദൈവശബ്ദം ഈ ചുറ്റുമുള്ളവർ കേട്ടില്ല. ദൈവം തെരഞ്ഞെടുത്തവർ മാത്രമേ ദൈവശബ്ദം കേൾക്കൂ. കർത്താവിന് എല്ലാവരെയും കേൾപ്പിക്കാൻ താല്പര്യമില്ല. ആ കൂടെ നിന്നവർ കൂടി ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നാണ് ഞാൻ അങ്ങോട്ട് ചിന്തിക്കുന്നത്. അവരുകൂടി കേട്ടെങ്കിൽ പേടിച്ചു പോയേനെ. എന്നാൽ കർത്താവിനെ ആരെയും പേടിപ്പിക്കണ്ട. കർത്താവിനെ എല്ലാവരെയും നന്നാക്കിയാൽ മതി. ആ കൂടെ വന്നവരെ കർത്താവിന് പ്ലാനില്ല. അതുകൊണ്ട് തെരഞ്ഞെടുത്തവനോട് മാത്രം സംസാരിക്കുന്ന കർത്താവ്. യേശു അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 അപ്പം വർദ്ധിച്ചതൊക്കെ കണ്ട് കുറേ പേര് യേശു അക്കരയ്ക്ക് പോയപ്പോൾ ഇവരുടെ കൂടെ ഈ 12 ശിഷ്യന്മാരൊരു വള്ളത്തിലാണ്. അതുകൂടാതെ വേറെ ചെറിയ വള്ളങ്ങളിൽ കുറേ പേരും കൂടി ആ വള്ളത്തെ അനുഗമിച്ചു. എന്നാൽ പിന്നീട് വായിക്കുമ്പോൾ കാറ്റും കോളും കണ്ടു. ഒരു പടകേ ഉള്ളു അവിടെ. ബാക്കി എല്ലാവരും പ്രശ്നം വന്നപ്പോൾ മാറിപ്പോയി. എന്നാൽ ദൈവവിളിയുള്ളവൻ ആ പ്രതികൂലത്തിൽ കുറച്ച് കരഞ്ഞെങ്കിലും യേശു അവിടെ നടന്നു വന്നു. കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കി ആ വള്ളത്തിൽ കയറി അവരക്കരയെത്തി. ദൈവശബ്ദം കേൾക്കുന്നവന് പ്രശ്നമുണ്ട്. ദൈവശബ്ദം കേൾക്കുന്നവന് തിരമാലയുണ്ട്. ദൈവശബ്ദം കേൾക്കുന്നവന് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ദൈവശബ്ദം കേൾക്കാതെ, ദൈവാലോചനയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന വള്ളങ്ങളെല്ലാം കാറ്റും കോളും വരുന്നതിന് മുമ്പ് തന്നെ അവർ സ്ഥലം വിടും, തിരിച്ചു പോകും. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ തന്നെ അവർ തിരിച്ചു പോയി. 1-2 പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ തന്നെ വീട്ടിലെ ഭർത്താവ് ചോദിക്കാൻ തുടങ്ങി, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പിള്ളേര് ചൂടാകാൻ തുടങ്ങി, പള്ളിയിൽ അച്ഛൻ വിളിച്ച് ചോദിച്ചു, അയൽവാസികൾ ചോദിച്ചു. അപ്പോഴേക്കും കാറ്റും കോളും തുടങ്ങിയപ്പോഴേക്കും അവർ പോയി. എന്നാൽ ദൈവശബ്ദം കേട്ടവർ അക്കരയെത്തും. ഈ ഒരു സത്യം ഓരോ ദൈവമക്കളും അറിയണം. എല്ലാവരും ദൈവശബ്ദം കേൾക്കില്ല. ഇവരെക്കുറിച്ച് പ്ലാനില്ല, ഇവരെക്കുറിച്ച് പിന്നീട് പറയുന്നില്ല, ഇവരുടെ പേര് പോലും പറയുന്നില്ല. അവിടെ വായിക്കുന്നു, അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ, അത്രയേ ഉള്ളൂ. ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. അവർക്ക് മരവിച്ച് നിൽക്കാനേ പറ്റൂ. അവരെക്കുറിച്ച് ദൈവത്തിന് പ്ലാനില്ല. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും കർത്താവിന് പ്ലാനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിയിട്ട് വരുന്ന കാറ്റും തിരമാലകളും എല്ലാം നമ്മൾ അതിജീവിക്കും. കാരണം നമ്മെ ശക്തനാക്കുന്നവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സകലത്തിലും മതിയാകുന്നു. അടുത്ത വാക്യത്തിലോട്ട് വരാം. ശൗല് നിലത്തു നിന്ന് എഴുന്നേറ്റു, കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. മരവിച്ച് നിന്നവരില്ലേ, അവർക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല. അവരവനെ എഴുന്നേൽപ്പിച്ചു. അവർ വീണുമില്ല, അവർക്ക് വലിയ പ്രശ്നവുമില്ല, അവർ ദൈവശബ്ദവും കേട്ടില്ല. എന്നാൽ അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലോട്ട് കൊണ്ടുപോയി. കാരണം പൗലോസ് അവർ പറഞ്ഞു കാണും, നമുക്ക് തിരിച്ചു പോകാം. വേണ്ട, കാരണം ഇങ്ങനെ ലീഡറല്ലേ, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, എന്നെ ഇന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയേക്ക്, ടൗണിൽ മുന്നോട്ട് പോകും. ഇവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. 9-ാം വാക്യം, അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അവന് കണ്ണും കണ്ടുകൂടാ, ഭക്ഷണം കൊടുത്തിട്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. ഇവന്റെ ലൈഫ് സ്റ്റൈൽ അതാണ്. ഇവൻ ഭയങ്കര എരിവുള്ളവനാണ്. എന്തിലാണോ അതിനകത്തവൻ ആത്മാർത്ഥതയാണ്. ദൈവത്തിന് വേണ്ടി എരിവോടെ നിന്നവനാണ് അവൻ, ഒരു പരീക്ഷണയായിട്ട്. അതുകൊണ്ടാണ് സ്തെഫാനോസിനെയൊക്കെ കല്ലെറിയാൻ കൂടെ നിന്നത്. തെറ്റിദ്ധാരണകളാണ്, വചനത്തിൻ്റെ വ്യാഖ്യാനം തെറ്റിപ്പോയതാണ്. ദൈവസ്നേഹമാണെന്നുള്ള ഒരു പാഠം ശൗലിന് അന്ന് വരെ അറിയില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായാൽ അതിൽ ഫോക്കസ് ചെയ്യുന്നവനാണവൻ. ഫോക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതാണ്.
മറ്റെല്ലാം മാറ്റിയിട്ട് ഒരു കാര്യത്തിൽ തന്നെ, ക്യാമറയുടെ ഫോക്കസ് പോലെ. ഇവൻ യേശുവിൻ്റെ ദർശനമുണ്ടായി, എൻകൗണ്ടർ ഉണ്ടായി. യേശു പറഞ്ഞു, നീ പട്ടണത്തിൽ ഒരു വീട്ടിൽ ചെല്ലുക, കാഴ്ചയില്ലാത്തവനാണ്, ഇത്തിരി വെള്ളം കുടിക്കണ്ടേ? വേണ്ട. ഭക്ഷണം വേണ്ട? ഇല്ല. എനിക്കിപ്പോൾ ദൈവശബ്ദം കേൾക്കണം, അടുത്ത ലെവലിലോട്ട് എനിക്ക് വളരണം. ഞാനൊരു ശബ്ദം കേട്ടു, ഞാൻ അതിനകത്തേ ഇനി തുടരുന്നുള്ളൂ. എന്താണോ നല്ലത് അതിനെ മുറുകെ പിടിക്കുവാൻ, സകലത് ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ശൗൽ. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ അവൻ വളർന്നു വന്ന തീവ്രമായ ഒരു സ്വഭാവ വിശേഷതയായിരിക്കും അത്. വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, എനിക്കിനി അടുത്തത് അറിയണം. എന്തിനാണ് ഞാൻ ആ ശബ്ദം കേട്ടത്? യേശു എന്തിനാണ് എന്നെ വിളിച്ചത്? എന്നെക്കുറിച്ച് കർത്താവിന് എന്താണ് ഉദ്ദേശം? അതെനിക്കറിയണം. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അതാണ് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൽ കർത്താവ് തിരഞ്ഞെടുത്ത ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ഒരു ആശുപത്രി പോയിക്കൂടെ? കൂടെയുള്ളവര് ഇല്ല. എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ? വേണ്ട. ഇന്ന് 3-ാം ദിവസമാണ്, സാരമില്ല. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് എന്നോടൊരു കാര്യം കർത്താവ് പറഞ്ഞു, അത് കാണാതെ ഇനി ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഇല്ല. ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രകൃതക്കാരൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. അവൻ ആരംഭിച്ചെങ്കിൽ പൂർത്തിയാക്കും. പൗലോസിന് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് തന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഭാവിയിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടുന്നു. അതാണ് ഫോക്കസ്. ഒന്ന് ചെയ്യുന്നു. ഒത്തിരി കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് നന്നായി ചെയ്യും. എനിക്ക് പല കുട്ടികളെ അറിയാം. ചില വീടുകളിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കും, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? ചർച്ചിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവർ മ്യൂസിക്കൊക്കെ പഠിക്കുന്നുണ്ട്. എന്തൊക്കെ പഠിക്കുന്നുണ്ട്? വയലിൻ പഠിക്കുന്നുണ്ട്, ഗിറ്റാർ പഠിക്കുന്നുണ്ട്, ഓർഗൻ പഠിക്കുന്നുണ്ട്, തബല പഠിക്കുന്നുണ്ട്. ഈ അപ്പനും അമ്മയ്ക്ക് അറിയാമോ ഇതെല്ലാം കൂടി പഠിച്ചാൽ പഠിക്കൂലെന്ന്? ഒരു സമയം ഒന്ന് പഠിച്ചാലേ അത് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. മാതാപിതാക്കൾക്ക് പൈസയുണ്ട്, പഠിപ്പിക്കുന്ന സാറന്മാർക്ക് കാശും കിട്ടും. ഇത് ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ നടക്കുന്നത്. ഭയങ്കര വരുമാനമാണ്. സാറ് ഒരു വീട്ടിൽ വന്ന് വയലിൻ പഠിപ്പിച്ചിട്ട് നേരെ 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ 10 വീട് കവർ ചെയ്യുക. ഇവരിത് പഠിപ്പിക്കുമോ? ഇവരിങ്ങനെ ഒരു 5 കൊല്ലം കൊണ്ട് എന്തെങ്കിലും ഒന്ന് കൈയൊന്ന് ഓടിക്കാൻ പഠിപ്പിക്കുകയുള്ളു. വെറുതെ ഒരു പാട്ടായിട്ട് പഠിപ്പിക്കുമോ? ഇല്ല. അടുത്തിരുത്തി മോനെ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു 3 മാസം കൊണ്ടൊക്കെ മര്യാദക്കൊന്ന് പഠിച്ചാൽ വായിച്ച് ഒരു പാട്ടിന് പാടാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല. പതുക്കെ പതുക്കെ പതുക്കെ. എന്നിട്ട് പറയും സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിക്കണം. ഒരു 3 മാസം കൊണ്ടൊക്കെ പഠിക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. 90 ദിവസം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുക. ഒരു 90 ദിവസം മുമ്പിലുണ്ടല്ലോ. 90 ദിവസം കൊണ്ട് എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ വെച്ച്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, സമയമുള്ള ഒരു 1 മണിക്കൂർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്ലാൻ ചെയ്യാമോ? ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 1 നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു സ്റ്റേജിൽ ഇൻസ്ട്രുമെന്റ് വായിച്ചിരിക്കും. 3 മാസം. എനിക്കറിയാം എൻ്റെ ചർച്ചിലെ പല കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്.
അവരാരും പുറത്തുപോയി പഠിച്ചവരോ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരോ അല്ല. അവർ വർഷങ്ങൾ കൊണ്ട് പഠിച്ചവരുമല്ല. അവർക്കൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ ഡിസയർ, ഡിസിഷൻ ആൻഡ് ഡെഡിക്കേഷൻ, ഒരു വലിയ ആഗ്രഹം, ഒരു തീരുമാനശേഷി, അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്ക്. ഒന്ന് ഞാൻ ചെയ്യുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വചനത്തിൻ്റെ ഓരോ വാക്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഒന്നിൽ ഫോക്കസ് ചെയ്യും, ഏതെങ്കിലും ഒന്നിൽ. അത് ഏറ്റവും നല്ലത്. പല കോഴ്സുകൾ പഠിക്കുന്നതിനേക്കാൾ ഒരു കോഴ്സ് നന്നായിട്ട് പഠിക്കും. കുറച്ച് ജിമ്മിലും പോവും, കുറച്ച് നീന്താനും പോകും, കുറച്ച് നടക്കാനും പോവും. ഒന്ന് ചെയ്യും. ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിമ്മിൽ മാത്രം പോകും. അതിനകത്ത് നടക്കാനും എല്ലാം ഉണ്ട്. ബോഡി ബിൽഡ് ചെയ്യാനാണെങ്കിൽ. ഇനി സ്പോർട്സിലാണെങ്കിൽ ഞായറാഴ്ച ഫുട്ബോൾ കളിക്കാൻ പോകും, തിങ്കളാഴ്ച വോളിബോളിന് പോകും, പിന്നെ ചൊവ്വയും ബുധനും ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരുടെ കളിക്കാൻ പോകും. നീ എങ്ങും എത്തൂല്ല. നീ ഒന്ന് ചെയ്യും. ഫുട്ബോളിലാണെങ്കിൽ ഫുട്ബോളിൽ അതിൻ്റെ എല്ലാ ടെക്നിക്കും പഠിച്ചെടുക്കുക. ഒരു ബെസ്റ്റ് പ്ലെയറായിട്ട് പുറത്തു വാ. അതിനുള്ള പരിശീലനം, അതിനെക്കുറിച്ച് തന്നെ വായിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ആ ഫീൽഡിലുള്ളവരുടെ വിജയങ്ങൾ കണ്ടു പഠിക്കുക, ടെക്നിക്കുകൾ മനസ്സിലാക്കുക. ഇത് പലതിനകത്താണ്. മനസ്സിങ്ങനെ പതറിക്കിടക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ബിസിനസ് തന്നെ നന്നായിട്ട് ചെയ്യും, അത് വിജയിച്ച് കഴിയുമ്പോൾ അടുത്തയിലോട്ട് വാ. ഇത് വിജയിക്കാത്ത 5 ബിസിനസ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഒന്ന് ഞാൻ ചെയ്യുന്നു. ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരു കാര്യത്തിൽ പദ്ധതിയിട്ടാൽ മനസ്സതിൽ നിന്ന് മാറരുത്. അതിനെ വിജയിപ്പിച്ചിട്ട് അടുത്തതിലേക്ക് നീങ്ങ്. ചിലർ ഒരേ സമയം പലതും ചെയ്യും. കാരണം അവർ ആദ്യം ഒന്നിൽ വിജയിച്ചു, അതിനുശേഷം അതിൻ്റെ കൂടെ അടുത്തത്, അതിൽ വിജയിച്ചു. വിജയത്തിൻ്റെ ഫോർമുല അവർക്ക് കിട്ടി. എന്നിട്ട് അടുത്തതിലേക്ക് മാറാം. ഫോക്കസ് ചെയ്യുക. ബൈബിൾ വായിച്ച് തീർക്കാനായിട്ട് പദ്ധതിയിട്ടാൽ ഒരു ദിവസം 50 അധ്യായം വെച്ച് വായിച്ചാൽ 24 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാം. ഈ വർഷത്തിൽ ഇനിയുള്ള 3 മാസം കൊണ്ട് 3 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർക്കാൻ കഴിയും, മനസ്സ് വെച്ചാൽ. പോട്ടെ, ഈ 3 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം, ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 ഞാൻ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർക്കും. അതിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്താൽ അത് നടക്കും. എന്തിൽ ഫോക്കസ് ചെയ്യുന്നത് അത് നടക്കും. ഈ വർഷം തീരുന്നതിന് മുമ്പ് ഞാൻ ഇന്ന കാര്യം ചെയ്തിരിക്കും എന്നൊരു പദ്ധതി ഇടുക, ആ കാര്യം നടക്കും. എല്ലാ കാര്യത്തിലും മനുഷ്യന് അതിനുള്ള പ്രാപ്തി ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പിശാച് പല രീതിയിലേക്ക് നമ്മളെ ചിതറിച്ച് കളയും. അവരെ നോക്ക്, ഇവരെ നോക്ക്, അവർ വീണുപോയില്ല, അവർ തോറ്റുപോയില്ല, ഇവരിങ്ങനെയാണ്. ദൈവസഭയിൽ വന്ന സഭയിലെ പ്രാർത്ഥനയിൽ മാത്രം കർത്താവിൽ ഫോക്കസ് ചെയ്യും. വീണുപോയവരുടെ കഥ ഓരോരുത്തർ ഇങ്ങനെ ഇടുമ്പോൾ അതും നോക്കിയിട്ട് പിന്നെ ഞാൻ ഇനി സഭയിലൊന്നും പോണില്ല, ആ പാസ്റ്റർ അങ്ങനെയാണ്, ഈ പാസ്റ്റർ അങ്ങനെയാണ്. വിജയിച്ച എല്ലാ നല്ല ദൈവദാസന്മാർക്കെതിരെയും ചീത്ത വിളിയുണ്ട്. ആരാ വിളിക്കുന്നത്? തോറ്റവരാ. അപ്പൊ വിജയിച്ചവരുടെ അവരെ നോക്കി നിന്നവരല്ല, ഇനി ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല. നിന്റെ ഫോക്കസ് കളയല്ലേ, നീ കർത്താവിനെ നോക്ക്. കർത്താവിൽ മാത്രം നോക്കിയില്ലേ. ശൗലൊന്നും തിന്നാനും കുടിക്കാനും സമ്മതിക്കാതെ 3 ദിവസമായി ഇരിക്കുകയാണ്. എനിക്ക് അടുത്ത ലെവലിലേക്ക് കയറണം. എന്നോട് പറഞ്ഞ ആലോചനയ്ക്കായി ഞാൻ ഇരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പലതിലേക്ക് മനസ്സ് പതറി, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയ മാർത്തയെ പോലെ മനസ്സ് പതറിപ്പോകാതെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വേഗത്തിൽ കുതിച്ചുയരുന്നവരായി ഓരോരുത്തരും തീരുവാൻ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവകൃപയുടെ നദികൾ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപകളും വരങ്ങൾ കൊണ്ട് അവർ നിറയട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. അവരുടെ മനസ്സിൽ ഒരേ കാര്യത്തിൽ പദ്ധതിയിട്ട് അത് നടപ്പിലാക്കാനുള്ള ശേഷി
അവർക്കുണ്ടാകട്ടെ. അവരുടെ മനസ്സ് പലതിലേക്കും പതറിപ്പോകാതെ മനസ്സിൽ പുതുക്കമുണ്ടാകട്ടെ. ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടട്ടെ. നല്ല കാര്യത്തിൽ മാത്രം മനസ്സും ഹൃദയവും കേന്ദ്രീകരിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വർഷം തീരുന്നതിനുള്ളിൽ ഈ കുടുംബങ്ങളിൽ ഈ അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എൻ്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ. ചേർന്ന യേശുവേ, നായക, യേശുവേ, നായക. ക്രൂശിതനെ ധ്യാനിച്ചുണ്ടെന്ന് പാടിയിട്ട്. ക്രൂശിതനെ മഹോന്നതനെ നിത്യനായോനെ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എൻ്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ. യേശുവേ, യേശുവേ, നായക. ഓ യേശുവേ, നായക. ക്രൂശിതനെ മഹോന്നതനെ നിത്യനായോനെ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശു, നിൻ സാമീപ്യം, നിൻ സാമീപ്യം യേശുനാഥാ, എന്നിൽ ജീവശ്വാസം നൽകും. നിൻ സാമീപ്യം, നിൻ സാമീപ്യം യേശുനാഥാ, എന്നിൽ ജീവശ്വാസം നൽകും ദേവാ. ധന്യം നിന്നെ ധ്യാനിക്കും ഈ നേരം. യേശുവേ, നായക. ഓ നായകനേ, യേശുവേ, നായക. നിൻ വാഗ്ദത്തം, നിൻ വാഗ്ദത്തം നിത്യജീവൻ ഞാനും പ്രാപിക്കുവാൻ എന്നെ നിൻ വാഗ്ദത്തം, നിൻ വാഗ്ദത്തം നിത്യജീവൻ ഞാൻ